കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. കാര്യം ഇതെൻ്റെ ഒരു കണക്കിന് നോക്കിയ ഒരു ജീവാത്മാവും പരമാത്മാവുമാണ് PYP സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി ചിലവിടുന്നത് ഒന്നും, കുഞ്ഞുങ്ങളെ, ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇതൊന്നും വ്യർത്ഥമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാകും. അതിന് മാറ്റമില്ല. ഒരു വാക്കിൽ പറഞ്ഞാലും ഞാൻ ഒരു പതിറ്റാണ്ടിനപ്പുറത്തുള്ള ഒരു ചെറിയ സംഭവം ചില നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞ് നിങ്ങളെ സുവിശേഷം എന്തെന്ന്, നിങ്ങൾക്ക് അത് പറയുവാനുള്ള ആവശ്യകത എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയണമെന്ന് വിചാരിച്ചതല്ല, എൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചപ്പോൾ അതിനോട് ചേർന്ന് ഞാൻ പറയാം. 1890 അവസാന കാലഘട്ടത്തിലും 1900 ആദ്യ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാര് ഇന്ത്യ അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സമരാഗ്നി കേരളത്തിൽ മുഴുവനും കത്തിപ്പടരുമ്പോൾ അന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ, അതിലുപരി വലിയ ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന ഒരു ഉജ്ജ്വലനായ ഒരു സഹോദരൻ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായിട്ട് മുൻപോട്ട് പ്രവർത്തിച്ചപ്പോൾ, ഉന്നത വിദ്യാസമ്പന്നനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ഒരാളാണ്. പേര് ഞാൻ പറഞ്ഞെങ്കിലും പറയുന്ന പേരുകൾ സാങ്കല്പികമായിരിക്കും. ശ്രദ്ധിക്കട്ടെ, വളരെ ഉന്നതമായി സ്വാതന്ത്ര്യ സമരത്തിന് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് താൻ മുന്നോട്ട് വന്നപ്പോൾ, തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പടിയടച്ച് വിണ്ടം വെച്ച് പുറത്താക്കിയപ്പോൾ, അദ്ദേഹം ആ യൗവനത്തിന്റെ തിളച്ച യൗവനത്തിനായ ഒരു മനുഷ്യനായതുകൊണ്ട് അവൻ പുറത്തുള്ള ആളുകളുമായി കൂട്ടുകൂടി അതിൽ തൻ്റെ ജാതിയല്ലാത്ത ഒരു സഹോദരിയുമായി ഇഷ്ടം തോന്നി അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വീടില്ല, ഒന്നുമില്ല, ഒരു പുറമ്പോക്കിൽ ഒരു ഷെഡ് കെട്ടി അവിടെ താമസിച്ചു വരവേ 2 മക്കൾ അവർക്കുണ്ടായി. ഈ സമയത്താണ് സർ CP ഭരിക്കുന്ന കാലഘട്ടത്തിൽ സർ CPക്കെതിരെ, ഗവൺമെന്റിനെതിരെ വൈസ്രായ് നടത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു രാത്രി പോലീസ് വളഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ അകത്തളത്തിൽ അടയ്ക്കപ്പെട്ടു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഈ കാര്യം അറിഞ്ഞു. കാര്യം ഇദ്ദേഹം പോയാൽ 3, 4, 5 ദിവസങ്ങൾ കഴിഞ്ഞേ വരത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഒരു ദിവസം ആ സഹോദരിയുടെ ചെവിയിൽ ഒരു വാർത്ത വന്നു, നിങ്ങളുടെ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന്. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് എന്തും സംഭവിക്കുമെന്ന് ഈ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ സഹോദരി 2 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട്, ആരും സഹായിക്കുവാനില്ല, ഒരു ബന്ധക്കാരില്ല, സ്വന്തക്കാരില്ല, പാർക്കുവാൻ വീടില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്ന് വൈസ്രായി താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിന്റെ ആ കെട്ടിടത്തിലാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് വൈസ്രോയി ഇവിടെ നിന്ന് മാറി ഇപ്പോഴത്തെ രാജഭവനിലാണ് വൈസ്രോയി താമസിക്കുന്നു എന്ന്. ഈ പാവപ്പെട്ട സഹോദരി ഈ കുട്ടികളെയും തൂക്കിക്കൊണ്ടൊരു വൈകിട്ട് ഒരു 2 മണിയോട് 3 മണിയോടുകൂടെ ആ രാജ്ഭവന്റെ ഗേറ്റിങ്ങിൽ വന്ന് കരയാൻ തുടങ്ങി. ഈ സഹോദരിയെ ആരും അങ്ങോട്ട് കയറ്റാതിരുന്നപ്പോൾ എങ്ങനെയോ വൈസ്രോയിയുടെ കാതുകളിൽ ഈ സഹോദരിയുടെ ആർത്തരോദനം വന്നുപെട്ടു. വൈസ്രോയി ആളെ വിട്ട് എന്താണെന്ന് തിരങ്ങിയപ്പോൾ ഇതാണ് കാര്യം. വൈസ്രോയി അകത്ത് വിളിച്ചേച്ച് വൈസ്രോയി ഈ സഹോദരിയോട് കാര്യങ്ങൾ ചോദിച്ചു. ദ്വിഭാഷി ആയതുകൊണ്ട് കാര്യങ്ങൾ വൈസ്രോയിയെ ധരിപ്പിച്ചപ്പോൾ വൈസ്രോയി തൻ്റെ കൂടെയുള്ള ഒരു മെസ്സഞ്ചറെ വിളിച്ചേച്ച് ഈ സഹോദരിയുടെ ഭർത്താവിനെ ഉടനടി റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് തൻ്റെ ആ മെസ്സഞ്ചറിന് കത്തെഴുതി കൊടുത്തു. ഭാഗ്യകാലേ ഈ കത്തുമായി പോയ മെസ്സഞ്ചർ ഈ പോകുന്ന വഴിക്ക് രാജഭവനിൽ നിന്ന് അല്ലെങ്കിൽ ഈ പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിന്റെ വീട്. ഈ കത്തിനകത്ത് ഉള്ളടക്കിയിരിക്കുന്ന കാര്യം എന്തെന്നറിയാതെ ഈ കത്തുമായി താൻ ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് തനിക്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ 8 വയസ്സായി അവളെയോടൊന്ന് കളിപ്പിച്ചേച്ച് തിരിച്ച് കത്ത് കൊണ്ട് പൂജപ്പുര ജയിലിൽ കൊടുക്കാൻ പോയ സമയത്ത് കുഞ്ഞ് ഈ മെസ്സഞ്ചറെ വിട്ടില്ല. കുഞ്ഞിന്റെ നിർബന്ധത്തിന് അന്ന് രാത്രി മുഴുവൻ ആ വീട്ടിൽ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നു. വെളുപ്പിലെ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കത്ത് ഏൽപ്പിക്കുവാനുണ്ട്.
അവിടെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. രാജാവിന്റെ കൽപ്പന, വൈസ്രായിയുടെ കൽപ്പന കല്ലെ പിളക്കുന്ന ഒരു കാലഘട്ടം. രാവിലെ ഇദ്ദേഹം എഴുന്നേറ്റ് ഓടി ആ കത്ത് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ മണി 6:45. 6:45 കത്ത് പൊട്ടിച്ചു വായിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥര് കൈമലർത്തിയിട്ട് പറഞ്ഞു, നോക്ക്, ഒരു വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞൊരു മനുഷ്യന്റെ ഡെഡ് ബോഡി അവിടെ കിടത്തിയിട്ടുണ്ട്. നീ ഇന്നലെ എഴുതിയ കത്തല്ലേ ഇതുവരെ കൊണ്ടുവരാത്ത എന്തേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറഞ്ഞു. പക്ഷെ എന്തു ചെയ്യാം, ഈ സഹോദരിയുടെ ഭർത്താവിനെ ഇന്ന് വെളുപ്പിലെ തൂക്കിലേറ്റി. മനസ്സിലാക്കണം, ഈ സഹോദരിക്ക് വേറെ മാർഗമില്ല. സെൻട്രൽ ജയിലിന്റെ മുൻപിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ഭർത്താവിനെ തൂക്കിലേറ്റി നിർജീവമായ ശരീരത്തിന്റെ മുൻപിൽ ആർത്തനാദത്തോടെ നിലവിളിക്കുന്ന ആ സഹോദരിയുടെ ആ ചരിത്രം രേഖപ്പെടുത്തി വെച്ചു. പ്രിയപ്പെട്ട PYP യുവാക്കളെ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ, ഇതാണ് നമ്മുടെ സന്ദേശം. സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നസ്രനായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് നമ്മെ കാണിച്ചിട്ട് ആ ക്രൂശീകരണത്തെ കുറിച്ചും ആ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചും ഈ ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് പെന്തക്കോസ്ത് യുവജന സംഘടനയിൽ സൺഡേ സ്കൂൾ പഠിക്കുന്നതിനുമൊക്കെ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കരയാതെ ഒരാളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇതിലെ അഭ്യാസം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സകലവിധ ആശംസകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെന്റർ അധ്യക്ഷനെ ദൈവം നിങ്ങൾക്ക് നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും പുലിയാണെന്ന് ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. എന്തായാലും ഒരു നല്ല ചാലിൽ കോവളം സെന്റർ വന്ന് വീണതിൽ ഞാൻ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാളും സമർത്ഥനായ പാസ്റ്റർ ജാസ്മിൻ ജോൺ ഉള്ളപ്പോൾ ഒരിക്കലും ഈ പ്രവർത്തനം നിശേഷം തകർന്നു പോകത്തില്ല. ഉത്തരോത്തരം വളർന്നു വലുതാകുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. മാറാനാഥ.